അല്ല, അത് പറയാനൊക്കത്തില്ല. സാധ്യതകളുണ്ടെങ്കിൽ ഈ ജാഗരൂകത കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് നൽകിയതിനൊപ്പം തന്നെ ഇതിന് ഒരുപക്ഷെ കവചം നിർമ്മിക്കേണ്ട, കവചം പിടിക്കേണ്ടതായ സംഘങ്ങളെല്ലാം കുറച്ചുകൂടി ശക്തമായിട്ട് രംഗത്തുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ ഏറ്റവും വലിയ മെഷ് വർക്ക് ഒരുപക്ഷെ ആന്ധ്രയിലും, ആന്ധ്ര എന്ന് പറയുമ്പോൾ തെലങ്കാന, കേരളം, തമിഴ്നാട്, കർണാടകയൊക്കെ ശക്തമായ വല വിരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് ഏറ്റ മുറിവാണ്. നമ്മളിവിടെ അത്രയും ശക്തമായി മതേതരത്വം, പരമത സ്നേഹം ഇതൊക്കെ ശക്തമായി നിലനിൽക്കുന്നിടത്തും അതിനെ ഉടയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമം അങ്ങനെ ഒന്നായിട്ടും ഇതിനെ കാണേണ്ടതുണ്ട്. പക്ഷേ ഭാരതത്തിലെ പൗരന്മാരെല്ലാം സംയമനം പാലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ പേരിലുള്ള അസ്വാരസ്യങ്ങൾ ഒന്നും വിതറാതെ നമ്മുടെ സാഹോദര്യം കൂട്ടിയുറപ്പിച്ച് ഒന്നുകൂടി ഉറപ്പിച്ചുകൊണ്ട് തന്നെ നിലകൊള്ളണമെന്ന് അഭ്യർത്ഥിക്കാൻ മാത്രമേ സാധിക്കൂ. കുറ്റവാളികളെയും അവരെ പിന്തുണയ്ക്കുന്നവരെയും അതിൻ്റെ പിന്നിൽ മറ്റ് ശക്തികൾ രാജ്യമെമ്പാടും പരന്ന് കിടപ്പുണ്ടെങ്കിൽ അതിലേക്ക് തീർച്ചയായിട്ടും നടപടി എന്ന് പറയുന്നത് ശക്തമായി തന്നെ ഇത് ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിൽ ഭരണ സംവിധാനം, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മുന്നോട്ട് വരും. തദ്ദേശ ഇലക്ഷൻ പ്രഖ്യാപനം വന്നല്ലോ. അപ്പോൾ എങ്ങനെയാണ് കേരളത്തിലെ ഒരു ബിജെപിയുടെ ഒരു ഇതുമായിട്ട് ചേർത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നമുക്കൊരു ആത്മവിശ്വാസം വീണ്ടെടുക്കേണ്ട സമയമാണെങ്കിലും ഒരു മൂകതയുണ്ട്, ഒരു മൂകത ജനങ്ങളിലുണ്ട്. ഇലക്ഷൻ്റെ നമുക്കിനി ഒരു 2 ദിവസം കഴിയട്ടെ. ഇതിൻ്റെ ഒരു മാത്രമല്ല, ഇപ്പോഴും തീരുമാനങ്ങളിലേക്ക് എത്തിയിട്ടില്ല. ഇന്നലെ പെട്ടെന്ന് പ്രഖ്യാപനം വന്നതല്ലേ. അപ്പോൾ സ്ഥാനാർത്ഥി പട്ടികയുടെയും സ്ട്രാറ്റജിയിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് ശേഷം ഗണ്യമായ മാറ്റം സ്ട്രാറ്റജിയിൽ കൊണ്ടുവരേണ്ടതിനെ പറ്റിയായിരിക്കും ഇനി സീരിയസ് ആയ ഡിസ്കഷൻ. അത് ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ പൂർണ്ണമായി തിരഞ്ഞെടുത്തതിന് ശേഷം പ്രാദേശികമായി ഒരു വാർഡ് അടിസ്ഥാനത്തിൽ, ഡിവിഷൻ അടിസ്ഥാനത്തിൽ സ്ട്രാറ്റജീസും തന്നെയാണ്. അതിനെപ്പറ്റിയൊക്കെ ഗഹനമായ ചിന്ത നടക്കുന്നതിനിടയ്ക്കാണ് ഈ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം. അത് ഡൽഹിയിൽ സംഭവിച്ചു എന്ന് പറയുന്നത് ഒരിക്കലും ദൂരെയാണ് എന്ന് നമുക്ക് കരുതാനൊക്കത്തില്ല. അപ്പം അതിൻ്റെ ആ ഒരു ഗ്ലൂമിൽ നിന്ന് നമ്മൾ പുറത്ത് വരണം. പെട്ടെന്ന് ഈ ഒക്കേഷനിൽ അതിനെക്കുറിച്ച് ചർച്ച പോകാനൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. മാത്രമല്ല, അതിനുള്ള ഒരു റൈപ്പായിട്ടില്ല. ഒന്ന് റൈപ്പായിക്കോട്ടെ ഡിസിഷൻസ്. ഇന്നിപ്പം കാലത്ത് സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖറിൻ്റെ നേതൃത്വത്തിൽ കോർ കമ്മിറ്റി മീറ്റിംഗ്, അത് കോർ കമ്മിറ്റിയിലെ തന്നെ ഒരു ക്രക്സ് ഉറപ്പായിട്ടും പങ്കെടുക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടുത്തെ ആ കോർ കമ്മിറ്റിയിലെ തീരുമാനങ്ങൾ വന്നതിന് ശേഷം ജില്ലാ അടിസ്ഥാനത്തിൽ 30 ജില്ലകളിലും തയ്യാറാക്കിയിട്ടുള്ള കാൻഡിഡേറ്റിൻ്റെ സ്ട്രക്ചറെല്ലാം വെളിവാക്കിയതിന് ശേഷം കൂടുതൽ നിങ്ങളെ അറിയിക്കാൻ സാധിക്കും.